ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടൈൽസ് ഓഫ് ക്രീഷ്. അപ്പം നമ്മൾ സ്റ്റിൽ സൗത്ത് വെയിൽസിൽ തന്നെ നമ്മുടെ എയർബിഎൻബിയിലാണ് ഉള്ളത്. അപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് വന്നേക്കാം. ഒരു ഇന്ത്യൻ ഷോപ്പിലേക്കാണ് വന്നത് കേട്ടോ. നമ്മൾ വന്ന കാറാണ് കിടക്കുന്നത്. നമ്മൾ നിസാനിനാണ് എടുത്തത്, റെൻറ്റിന് എടുത്ത കാറാണ്. അപ്പോൾ നമ്മൾ എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്ക്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയത്. നല്ല ഭംഗിയായിട്ട്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു ഇന്ത്യൻ ഷോപ്പിൽ വന്നേക്കും കേട്ടോ. ഫ്രോസൺ ഐറ്റംസും എല്ലാം ഉണ്ട്. മലബാർ പൊറോട്ട, അച്ചാറുകൾ, ഗാർലിക്, കോക്കനട്ട് ചട്നി. ഇത് റെഡി ടു ഈറ്റ് കോക്കനട്ട് ചട്നി. ഇത് കൊള്ളാം. ചട്നി അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. രസഗുള, കായ വറുത്തത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ സൈഡിൽ റൈസ് ഒക്കെ ഉണ്ട്. ഇത് മാനിൻ്റെ ഇറച്ചിയാട്ടോ. നമ്മുടെ നാട്ടിൽ ലീഗലല്ല, പക്ഷേ UK മാനിനെ വേട്ടയാടുന്നതും പിടിക്കുന്നതൊക്കെ ലീഗലാണ്. അതുപോലെ തന്നെ അവിടെ കാട്ടുപന്നിയുടെ ഇറച്ചിയുണ്ട്. ഇതൊക്കെ വെടിവെച്ച് ആൾക്കാർ പിടിച്ച് കൊണ്ടുവരുന്നത്. ഇതൊക്കെ കണ്ടാലൊരു നമ്മുടെ കരളൊക്കെ ഇല്ലേ, ചിക്കൻ്റെ ഒക്കെ കരൾ പോലെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് ലീഗലാണ് അവിടെ. അതുപോലെ തന്നെ അവിടെ കുറേ പച്ചക്കറികൾ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ, മസാലകൾ ഒക്കെ ഉണ്ട്. ഇതൊരു ശ്രീലങ്കൻ തമിഴ് ഷോപ്പാണ് നമ്മൾ പോയ ഷോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ നല്ലായിരുന്നു. ഒരു ഭയങ്കര ലോക്കലായിട്ടുള്ള സ്ഥലത്ത് പോലും UK എത്ര അഡ്വാൻസ്ഡ് ആണെന്ന് നോക്കിയേ. ഡീഫിബ്രിലേറ്ററും സംഭവം നോക്കി. അതായത് പെട്ടെന്ന് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട സാധനം വരെ അവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞ് സംഭവം കണ്ടോ. നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് നമ്മളിപ്പം ലിഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ലിഡിൽ വന്നേക്കണം ഗൈസ്. നമുക്ക് കുറച്ചും കൂടി സാധനം മേടിക്കാനുണ്ട്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്, ബ്യൂട്ടിഫുൾ. നമ്മൾ കുഞ്ഞാവയ്ക്ക് പ്ലംസ്, ഇത് പ്ലംസ്, അതെ നെക്ടറിൻസ് അത്ര വേണ്ട, നല്ല നോക്കിയെടുക്കേ. അങ്ങനെ പ്ലംസ് എടുക്കുന്നുണ്ട്. ഇതെന്താ സാധനം? പീച്ച്. ഇതൊക്കെ റൈപ്പൻ അറ്റ് ഹോം. ഫ്ലാറ്റ് പീച്ച് കണ്ടോ? ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ളൊരു പീച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. പിന്നെ ഇവിടെയുള്ള വേറെ സാധനങ്ങളാണ്. ഇത് ഈ ഹണി ഡ്യൂ മെലൻ എന്നൊക്കെ പറയുന്നത്. ഈ സംഭവം ഒരു ഹണി ഡ്യൂ മെലനാണിത്. ഇതാണ് ഹണി ഡ്യൂ മെലൻ. ഇതെന്താ? ഇത് കാൻറ്റലൂപ്പ് മെലൻ എന്ന് പറയുന്നത്. ഇതൊക്കെ സ്വീറ്റ്സ് ആട്ടോ. ഗാലിയ മെലൻ, പല ടൈപ്പ് മെലൻസ് ഉണ്ട്. ഫ്രൂട്ട്സ്, ആപ്പിളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സെയിം ആപ്പിൾ തന്നെ ഗ്രീൻ ആപ്പിളുണ്ട്. ഇത് കൊള്ളാം. ഇത് നോക്ക്, ഇത് പിങ്ക് കിട്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ആപ്പിൾ. പീച്ചുണ്ട്. അതേനാ വാട്ടർമെലൻ ഉണ്ട്. ഓറഞ്ച്. ഇതെടുത്തോ? ലെമൺ എടുത്തോ? എന്തിനിത്? ഒരു പൗണ്ടുള്ളോ? ആണോ? പെർ കേജി 99. വെച്ചോ. ഇതെടുത്തോ? ലെമൺ എടുത്തോ? പൈനാപ്പിള്, കിവി, അങ്ങനെല്ലാം ഉണ്ട്. അവക്കാഡോ ഉണ്ട്. അവക്കാഡോസ് പല ടൈപ്പ് ഉണ്ട്. മാംഗോസ് ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടുന്ന മാംഗോസ്. ഏകദേശം ഇതൊക്കെ മാംഗോസ് തന്നെയാണ് നമുക്കും കിട്ടുന്നത്. പിന്നെ പഴം. ഇത് ഫ്രൂട്ട് സെക്ഷൻ. ഇതെടുക്കായിരുന്നില്ല? മല്ലിയില എടുക്കണോ? റാപ്പ് എടുക്കണ്ട, മല്ലിയില എടുക്കാം നമുക്ക്. മല്ലിയില, പഞ്ച്ഡ് കൊറിയാണ്ടർ മല്ലിയില. പെപ്പർ എടുക്കണം. പെപ്പർ ഞാൻ എടുത്തിട്ടില്ല. പെപ്പർ വേണ്ടേ? ബ്ലാക്ക് പെപ്പർ മതിയോ? ഇത് പെപ്പർ കോൺസ്. ഇത് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. അതെത്ര? ഇത് എത്രയാ? ഇത് 55, 79 പെൻസുള്ളു.
ആ ഇതെടുക്കാം. ഇത് ഇല്ല ഗ്രൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനല്ലേ ഈ പോർഷന് ഇല്ല. ആ എന്നാ പിന്നെ ഇതെടുക്കാം. ഓക്കെ, നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന പെപ്പർ കോൺ എടുക്കാം. ഓക്കെ, ഇതെടുക്കാം. ഇഞ്ചി ആ എന്നാ പേസ്റ്റ് എടുത്താൽ ഇതേനാ ഗാർലിക് പ്യൂരി. അത് ഗാർലിക് മാത്രമേ ഉള്ളൂ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉള്ളതില്ല. ആ പച്ചമുളക് വേണോ? എടുത്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഇപ്പൊ വേണ്ട, വേണ്ട എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് ടൊമാറ്റോസിന്റെ സെക്ഷൻ പല ടൈപ്പിലുള്ള ടൊമാറ്റോ ഉണ്ട്. ഇവിടെ ചെറി ടൊമാറ്റോ ഉണ്ട്, സാലഡ് ടൊമാറ്റോ ഉണ്ട്, അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ. പിന്നെ അതിനും വലിയ ടൊമാറ്റോസ് ഉണ്ട്. പിന്നെ ബേബി പ്ലം ടൊമാറ്റോ എന്ന് പറയുന്നത് വേറെ, അത് അതിന് ഷേപ്പ് കണ്ടോ വ്യത്യാസമുണ്ട്. ഇതാണ് പ്ലം ടൊമാറ്റോ എന്ന് പറയുന്നത്. ചെറിയ ടൊമാറ്റോയ്ക്ക് കുറച്ചും കൂടി റൗണ്ട് ഷേപ്പ് ആയിരിക്കും, പ്ലം ടൊമാറ്റോ കുറച്ചും കൂടി ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കും. പിന്നെയുണ്ട് ടൊമാറ്റോസ്, ഫ്രൂട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോസ്. പിന്നെന്താ കുഞ്ഞ് ബ്രിട്ടീഷ് പിക്കോലിഷ്യസ് ടൊമാറ്റോസ് എന്ന് പറഞ്ഞിട്ട് അത് വേറെയുണ്ട്. അങ്ങനെ പല ടൈപ്പ് ടൊമാറ്റോസ് ഉണ്ട്. നമുക്ക് ഇത്രയൊന്നും നാട്ടിൽ കിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ക്യാപ്സിക്കം ഉണ്ടോ, ക്യാപ്സിക്കം അതിൻ്റെ പല കളറുണ്ട്, റെഡ്, ബ്ലാക്ക്. പിന്നെന്താ കുഞ്ഞ് ക്യുക്കമ്പേഴ്സ് ഉണ്ട്. വേണ്ട ഞാൻ നോക്കിയില്ല. ഇത് വലിയ പെപ്പറുണ്ട്. ഇത് പപ്രിക്ക എന്ന് പറയുന്നത് വലിയ പെപ്പറാണ്. പിന്നെ കുക്ക്ഡ് ബീട്രൂട്ട്, കെയില്, ഒനിയൻ എടുത്തിട്ടുണ്ടോ? ഒനിയൻ ഉണ്ടല്ലോ, ഒനിയൻ ഉണ്ടോ? ഒനിയൻ ഉണ്ടോ? നമുക്കിവിടെ കോൺ കിട്ടും കേട്ടോ, ഫ്രഷ് കോണ്, പൊളിച്ചിട്ട് പോലും ഇല്ലാത്ത കോണ്, അത് കിട്ടാം. നമുക്ക് കിട്ടുന്ന വഴുതനങ്ങ ഇങ്ങനത്തെയാ, ബിഗ് വണ്ണാട്ടോ. കുഞ്ഞു വഴുതനങ്ങ ഉണ്ട്, ഇന്ത്യൻ സ്റ്റോറിലൊക്കെ ഉണ്ടാവും. പിന്നെ പർപ്പിൾ ക്യാബേജും ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ വൈറ്റ് ക്യാബേജും ഉണ്ട്. ഇതെന്താ കോളിഫ്ലവർ, ക്യാരറ്റ്. ഇത് ഇവിടെ മാത്രം കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്. ഇതിൻ്റെ പേര് സ്വീറ്റ് എന്നാണ്. 62 പെൻസാണ്. ഏകദേശം നമ്മുടെ നാട്ടിലൊരു 100 രൂപയുടെ ഒക്കെ അടുത്ത് വരും, 100-110 രൂപ ഒരെണ്ണം. ഇത് ഇതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മയോണൈസ് അപ്പാണ് ഇവിടെ ഇല്ല, നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം. നമുക്ക് പരിപ്പൊക്കെ കിട്ടും കേട്ടോ, ചുവന്ന പരിപ്പ്. എന്ത് സാധനമാണെന്ന് എനിക്ക് പോലും അറിയില്ല. പല ടൈപ്പ് മില്ലറ്റാണ്. അങ്ങനെ ക്യുനോവ കിട്ടും. ചോക്ലേറ്റിൻ്റെ സെക്ഷനുണ്ട്, പല ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്നാക്സിൻ്റെ സെക്ഷനുണ്ട്. ഇത് പല ടൈപ്പ് സാലഡുകളാണ്. പിന്നെ ഇത് കണ്ടിട്ടുണ്ട്, ഇതാണ് ബ്ലാക്ക് കറന്റ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരു 99 പെൻസ്, നമ്മുടെ നാട്ടിലൊരു 140 രൂപയുടെ അടുത്ത് വരും, ഒരു 190 ഗ്രാമിന്. പിന്നെ പല ടൈപ്പ് ഗ്രേപ്സ് ഉണ്ട്, ചെറി ഉണ്ട്. ഏരിയാസാണത്. ഇത് വാൾനട്ട്സ്, പിന്നെന്താ ക്രാൻബെറീസ്, മിക്സഡ് നട്ട്സ്, അങ്ങനെ എല്ലാ നട്ട്സും അത്യാവശ്യം. ചിയ സീഡ്, ഫ്ലക്സ് സീഡ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഏകദേശം ഇതിനൊക്കെ ഒരു 1.75, 1.69 അങ്ങനെയൊക്കെയാണ് കാശ് വരുന്നത്. അതിപ്പോൾ വരുമ്പോൾ നമ്മുടെ ഒരു എത്ര 125 രൂപയ്ക്കാണ് കേട്ടോ. ബ്രസ്റ്റ് ഫില്ലറ്റ്സ് ചിക്കൻ തന്നെ ഇങ്ങനെ പല പീസായിട്ട് ഇവിടെ കിട്ടുന്നത്. അതായത് ബ്രസ്റ്റ് ഫില്ലറ്റ്സ്, ചിക്കൻ തൈസ്, പിന്നെ ഹോൾ ചിക്കനായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ അതെ, അതുപോലെ തന്നെ മിക്സ് ചെയ്ത് ചിക്കൻ, ഗാർലിക് ഹെർബ്സൊക്കെ മിക്സ് ചെയ്ത് ചിക്കൻ അങ്ങനെ. പിന്നെ ബീഫ് തന്നെ സ്റ്റീക്കായിട്ട് കിട്ടും, അല്ലെങ്കിൽ കുഞ്ഞു പീസായിട്ട് കിട്ടും. പിന്നെ മിൻസ്ഡ് ബീഫായിട്ട് കിട്ടും. അങ്ങനെ പല വെറൈറ്റീസ് എല്ലാം ഉണ്ട്. ഗ്രാസ് ഫെഡ് സ്റ്റീക്ക് ബീഫ്, ഗ്രാസ് ഫെഡ് അതായത് പുല്ല് കഴിച്ചത്, പുല്ല് കഴിക്കാത്തത് ഒക്കെ പറഞ്ഞ പല ടൈപ്പുണ്ട്. നമുക്ക് പിച്ചാസ് കിട്ടും, മാർഗരീറ്റ, പെപ്പറോണി, പിന്നെ ഹോട്ട് സലാമി, ഹോട്ട് ഹണി പിസ്സ, മീറ്റ് ഫീസ്റ്റ്. ഞങ്ങൾ ഇത് ഒരെണ്ണം എടുത്തായിരുന്നു, മീറ്റ് ഫീസ്റ്റ് കൊള്ളാം, ബാർബിക്യൂ ചിക്കൻ.
ഫിഷുകൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ ഫിഷ് ഒന്നല്ല കേട്ടോ ഇത്. കേക്ക്, ബാസ്, പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കിട്ടുന്നത്. സമ്മതിക്കുന്നില്ല കേട്ടോ എന്നെ ഷൂട്ട് ചെയ്യിക്കാനായിട്ട്. പിന്നെ ഇത് യോഗട്ട്, അതായത് പ്രോട്ടീൻ പൗച്ച്, യോഗട്ട് ഡ്രിങ്ക്സ്, പിന്നെ കുഞ്ഞി അച്ചിമൽ ഇമ്മ്യൂണിസം ഫ്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളാക്കിയിട്ടുണ്ട്. ഫ്ലേവേഡ് യോഗട്ടുകൾ എല്ലാത്തിനും ഒരു 1.4.9 അങ്ങനെ ഇതിനൊക്കെ വരാം. അതിൻ്റെ സാധനങ്ങളൊക്കെ വീട്ടിലടിക്കാണ്. നമ്മൾ എത്ര സാധനങ്ങൾ വാങ്ങി. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. ഇതെന്ത് നമ്മുടെ വീട്ടിൽ കാണുന്ന വ്യൂ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. നമ്മളിതായി ഇപ്പൊ ടെസ്കോയിൽ വന്നേക്കാണ്. ഇതാണ് നമ്മുടെ ടെസ്കോയിൽ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ അധികമൊന്നും മേടിച്ചില്ല കേട്ടോ. വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു മിനി ലുലുവിൻ്റെയൊക്കെ പോലെയാണ് എല്ലാം കിട്ടും നമുക്ക് ഇവിടെ. നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അതുകൊണ്ട് അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞാൻ വെറുതെ ചുമ്മാ എടുത്തതാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെയാണ് കിട്ടുക, എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, എത്രയാണ് അതിന് ഏകദേശം വില വരുക നാട്ടിലത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് പോണ വഴിക്ക് ഞാൻ വീഡിയോകളൊക്കെ കണ്ടു കേട്ടോ. നല്ല ഭംഗിയുള്ള വീഡിയോകൾ, ഏകദേശം ഒരുപോലത്തെ വീഡിയോകളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിൽ കാണും വരയ്ക്കും ബൈ.